നമസ്കാരം, ചലച്ചിത്ര ടീച്ചിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈസ്കൂൾ ടീച്ചറിന്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചൊരു കാര്യം, ഇനി നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഒരു കേട്ടറ്റിന് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ടോ? അത് എഴുതി കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും HSIയുടെ അല്ലെങ്കിൽ HSTയുടെ നോട്ടിഫിക്കേഷൻ വരുമോ എന്നുള്ളതാണ്. അതായത് ഒരു കേട്ടിട്ട് നമുക്ക് എഴുതിയെടുക്കാനുള്ള സമയം കിട്ടുമോ എന്നതാണ്. അപ്പൊ റീസെന്റ് പഠിച്ചിറങ്ങിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേട്ടറ്റ് കാറ്റഗറി 3 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് HSI പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ആദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫിസിക്കൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസും അതുപോലെ തന്നെയാണെങ്കിൽ നാച്ചുറൽ സയൻസും പിന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് പോലുള്ള സബ്ജക്റ്റുകളും അതിന് പിന്നാലെ തന്നെ വരുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ടത് 2024 നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കേട്ടറ്റ് എഴുതിയെടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. കാരണം നവംബർ ഡിസംബറോട് കൂടി എന്തായാലും നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ്. ഈ 2024 നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് സാധാരണഗതിയിൽ നവംബർ ഡിസംബറിൽ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു ഫെബ്രുവരി 1-ാം തീയതി വരെയൊക്കെ നമുക്ക് അപേക്ഷിക്കാനുള്ള സമയം കിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് കിട്ടാറില്ല. പക്ഷെ നമ്മുടെ കേട്ടറ്റിലാണെങ്കിൽ ഒക്ടോബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഡിസംബറിൽ പരീക്ഷ ആണെന്നും അതിന്റെ റിസൾട്ട് വരുമ്പോഴേക്കും ഏറെക്കുറെ ഫെബ്രുവരിയോ, അതായത് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള സമയം കഴിയും. അപ്പോ കഴിഞ്ഞ LPB പരീക്ഷയ്ക്ക് ഇത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് LPB പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിന്റെ സമയം കഴിഞ്ഞിട്ടും കേട്ടറ്റിന്റെ റിസൾട്ട് വരാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ 2024 നോട്ടിഫിക്കേഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു കേട്ടറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇനി പരീക്ഷാ ഭവൻ അതിനനുസരിച്ച് കാര്യങ്ങൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കിയിട്ട് നേരത്തെ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ലഭിക്കുകയുള്ളൂ. അതല്ല 2025 നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കേട്ടറ്റ് എഴുതിയെടുക്കാനുള്ള സമയം, അതായത് കേട്ടറ്റ് കാറ്റഗറി 3 നിങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ള സമയം എന്തായാലും ഉണ്ടാവും. കാരണം 2025 വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ 24 ഒരു പരീക്ഷ എന്തായാലും കിട്ടുന്നുണ്ട്. അത് ഡിസംബറിൽ നടക്കും. അതിന്റെ റിസൾട്ട് ഫെബ്രുവരി ആകുമ്പോഴേക്കും വരുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനുശേഷമായിരിക്കും എന്തായാലും നോട്ടിഫിക്കേഷൻ വരിക. അപ്പൊ അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കും കൂടെ HSIക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പൊ ഏത് മാസമാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നതിനനുസരിച്ച് ഇരിക്കും. ഇത് 2024 വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു കേട്ടറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. 25 സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി എന്ത് തന്നെയായാലും നിലവിൽ കേട്ടറ്റ് 3 ക്വാളിഫൈഡ് അല്ലാത്ത ഉദ്യോഗാർത്ഥികള് കേട്ടറ്റ് ഈ വർഷം ഈ HSIയുടെ നോട്ടിഫിക്കേഷൻ ഡിലേ ആവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്ത് കേട്ടറ്റ് കാറ്റഗറി 3 ഈ ഒരു അറ്റംപ്റ്റ്, അതായത് ഡിസംബറിൽ നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് തന്നെ നിങ്ങളത് ആ ഒരു ചാൻസിൽ തന്നെ ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. കാരണം നമുക്കെങ്ങാനും ഡിസംബറിൽ അടുത്ത വർഷമാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ സാധിക്കും. ആ സമയത്ത് നിങ്ങൾ കേട്ടറ്റ് ഇല്ലാത്തത് കാരണത്താൽ അപേക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് ഇത് ലാസ്റ്റ് ചാൻസ് ആയി കണക്കാക്കിക്കൊണ്ട് ഇതിന് മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കേട്ടറ്റ് ഡിസംബർ കേട്ടറ്റ് തന്നെ നിങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനപ്പുറത്തേക്ക് അത് ഡിലേ ആക്കരുത്. എന്തായാലും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.